Dear students, I am Shiny Jain, Computer Science Teacher, Government Model Boys Higher Secondary School, Takkada. നമ്മൾ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് നോഡ്സ് ആണെന്ന് പഠിച്ചു. നോഡുകളുടെ കളക്ഷൻ ആണ്. നോഡ് എന്ന് പറഞ്ഞാൽ ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് എ ഡേറ്റ ആൻഡ് എ ലിങ്ക്. ഡേറ്റയും ലിങ്കും ഉള്ള നോഡുകളുടെ കളക്ഷൻ ആണ് ഒരു ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ ഓരോ നോഡിലും ഡേറ്റയും ഉണ്ടാവും, അടുത്ത നോഡിൻ്റെ അഡ്രസ്സും ഉണ്ടാവും. ആ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ഫീൽഡിന് പറയുന്ന പേരാണ് ലിങ്ക്. അപ്പോൾ ഒരു ഡേറ്റ കാണും, അതിൽ അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് കാണും. പിന്നെ സ്റ്റാർട്ടിംഗ് നോഡിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്ററിലാണ്, ഒരു പോയിന്റർ വേരിയബിളിലാണ് ആദ്യത്തെ ഡേറ്റയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിളിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പിന്നെ അവസാനത്തെ നോഡിൽ ലാസ്റ്റ് പോയിന്ററായിട്ട് നൾ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ നൾ എഴുതിയിട്ടില്ല, ലാസ്റ്റ് പോയിന്ററിൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന നൾ വാല്യൂ ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ ലിങ്ക് ലിസ്റ്റ്. ലിങ്ക് ലിസ്റ്റിൽ നടക്കുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. അപ്പോൾ അതിലെ ഓപ്പറേഷൻസ് ഒന്ന്, ക്രിയേഷൻ ഓഫ് എ ലിങ്ക് ലിസ്റ്റ്. ആദ്യം ഒരു ലിങ്ക് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇതുപോലൊരു ലിങ്ക് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ അൽഗോരിതം എന്താണെന്ന് പഠിക്കണം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ട്രാവേഴ്സിങ് എ ലിങ്ക് ലിസ്റ്റ്. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് ഈച്ച് നോഡ് ഓഫ് എ ലിസ്റ്റിനാണ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം ഒരു ലിങ്ക് ലിസ്റ്റിലെ എല്ലാ ഐറ്റത്തിനെയും വിസിറ്റ് ചെയ്യുക, ഓരോ ഡേറ്റയെയും വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ നോഡിനെയും വിസിറ്റ് ചെയ്യുക, അതിനാണ് ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ അൽഗോരിതം പഠിക്കണം. അടുത്ത മൂന്നാമത്തെ ഓപ്പറേഷനാണ് ഇൻസേർഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഡേറ്റ ഐറ്റം നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക. നമുക്കിപ്പോൾ 34, 17 ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ 48, 64 ഇതിൻ്റെ ഇടയിൽ ഒരു നോഡ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇടയിൽ നമുക്ക് ഒരു ഡേറ്റ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള അതിൻ്റെ അൽഗോരിതം പഠിക്കണം. അടുത്ത നാലാമത്തെ ഓപ്പറേഷനാണ് ഡെലീഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. ഇതിൽ നിന്ന് ഒരു ഡേറ്റ വേണ്ട, 48 വേണ്ട, അതിനെ നമുക്ക് എങ്ങനെ റിമൂവ് ചെയ്യാം, ഈ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കണം. അങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ക്രിയേഷൻ ഓഫ് എ ലിങ്ക് ലിസ്റ്റ്. ഒരു ലിങ്ക് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊരു ലിങ്ക് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് ക്രിയേഷനിൽ ആദ്യം സ്റ്റാർട്ടിംഗ് നോഡ്, ആദ്യത്തെ നോഡാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 25 ആദ്യത്തെ ഡേറ്റയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്സ്. അല്ല, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നോഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യണം, നോഡ് 1. അപ്പോൾ ഒരു നോഡ് എന്ന് പറയുമ്പോൾ അതിലൊരു ഡേറ്റയും ഉണ്ടാവും, ഒരു അഡ്രസ്സും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സ്റ്റെപ്പ് 2, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് സ്റ്റോർ ഡേറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്. അപ്പോൾ ആദ്യത്തെ ഡേറ്റ നമ്മൾ ആദ്യത്തെ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിൽ ഡേറ്റ പാർട്ടിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് 25 ആണ്, 25 സ്റ്റോർ ചെയ്യുക. അത് കഴിഞ്ഞ് നൾ ഇൻ ദ നോഡ്. നമുക്ക് വേറെ ഐറ്റമൊന്നും ഇല്ല, 34, 17, 48 ഒന്നും ഇല്ല. നേരത്തെ കിടന്ന ലിങ്ക് ലിസ്റ്റ് നമുക്ക് എക്സാമ്പിളിന് വേണ്ടി എടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എംപ്റ്റി ആയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ 25 എന്ന് പറയുന്ന ഡേറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. അതിൻ്റെ അഡ്രസ് പാർട്ടിൽ നൾ ആദ്യം സ്റ്റോർ ചെയ്യുന്നു, വേറെ ഒന്നും ഇല്ല. അപ്പോൾ ഇവിടെ തീരെയാണ് ലിസ്റ്റ് 25 നൾ, അത് മാത്രം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്ത് നമുക്ക് രണ്ടാമത്തെ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇസ് അഡ്രസ് ഇൻ സ്റ്റാർട്ട്. ഓക്കെ, സോറി, അതിനു മുമ്പ് അപ്പം ഡേറ്റ ഇവിടെ സ്റ്റോർ ചെയ്യണം, ഇവിടെ അഡ്രസ് പാർട്ടിൽ നൾ സ്റ്റോർ ചെയ്യണം. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ട് നോഡിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ട്, സ്ട്രക്ചറിലേക്കുള്ള ഒരു പോയിന്റർ വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിൽ നമ്മൾ ഈ 25ൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ സ്റ്റാർട്ട്. ആദ്യത്തെ നോഡാണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എവിടെ സ്റ്റോർ ചെയ്യണം, സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്നൊരു പോയിന്റർ ഉണ്ട്, ഇവിടെ 25 ഡേറ്റ ഉണ്ട്, ഇവിടെ നള്ളുണ്ട്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ഫസ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നടക്കുന്നത്. ഇനി അടുത്ത് ഫസ്റ്റ് നോഡ് അല്ല സെക്കൻഡ് നോഡാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ദ ഫസ്റ്റ് നോഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം,
store its address in the link part of the previous node. നമുക്ക് അടുത്ത നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 34 ക്രിയേറ്റ് ചെയ്യാണ്. ഇനി അടുത്ത ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൻ്റെ അഡ്രസ്സിനെ നമ്മൾ സ്റ്റാർട്ടിലല്ല കൊടുക്കേണ്ടത്. 34 എന്ന് പറയുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ നോഡിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കേണ്ടത് പ്രീവിയസ് നോഡിലാണ്. പ്രീവിയസ് നോഡിൻ്റെ അഡ്രസ് പാർട്ട്. If it is not the first node, store its address. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സിനെ എവിടെ സ്റ്റോർ ചെയ്യണം? ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദ പ്രീവിയസ് നോഡ്. പ്രീവിയസ് നോഡിൻ്റെ അതിന് മുൻപിലുള്ള നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യുക. ഇവിടെ നൾ തന്നെയാണ്. 34 കഴിഞ്ഞിട്ട് ഇവിടെ നൾ സ്റ്റോർ ചെയ്യും. അടുത്ത റിപ്പീറ്റ് ദ സ്റ്റെപ്സ് 1 to 4 ആസ് ലോങ് ആസ് ദ യൂസർ വാണ്ട്സ്. ഇനി അടുത്ത ഒരു ഐറ്റം ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 തൊട്ട് 4 വരെയുള്ള സ്റ്റെപ്പ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത് 17 സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത മൂന്നാമത്തെ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 17ൻ്റെ അഡ്രസ്സ് പ്രീവിയസ് നോഡിൽ സ്റ്റോർ ചെയ്യുക. 34ൻ്റെ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യുക. ഇവിടെ നൾ സ്റ്റോർ ചെയ്യും. അടുത്ത നോഡ് 4 ക്രിയേറ്റ് ചെയ്യുമ്പോൾ 48ൻ്റെ അഡ്രസ്സ് പ്രീവിയസ് നോഡിൽ ഇവിടെ കൊടുക്കുക. ഇവിടെ നൾ കൊടുക്കുക. അടുത്ത 64 ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് 48 കഴിഞ്ഞിട്ട് പ്രീവിയസ് നോഡിൽ കൊടുക്കുക. ഇവിടെ നൾ കൊടുക്കുക. ഇങ്ങനെയാണ് ക്രിയേഷൻ ഓഫ് എ ലിങ്ക് ലിസ്റ്റ്. അതിൻ്റെ സ്റ്റെപ്സ്: ആദ്യം ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്റ്റെയിൻ ഇറ്റ്സ് അഡ്രസ്. ആദ്യം ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അഡ്രസ്സ് എടുക്കുക, അതിലെ ഡേറ്റയും. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് ഡേറ്റ ആൻഡ് നൾ ഇൻ ദ നോഡ്. ഡേറ്റയും സ്റ്റോർ ചെയ്യുക, ലിങ്ക് പാർട്ടിൽ നൾ കൊടുക്കുക. അടുത്ത് ഇഫ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് നോഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ സ്റ്റാർട്ട്. ഇത് ആദ്യത്തെ നോഡാണെങ്കിൽ ഇതിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ടിൽ കൊടുക്കുക. If it is not the first node, store its address in the link part of the previous node. ഇത് ആദ്യത്തെ നോഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ നോഡിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ നോഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് പ്രീവിയസ് നോഡിലെ ലിങ്ക് പാർട്ടിൽ കൊടുക്കുക. അപ്പോൾ ഇതാണ് ക്രിയേഷൻ ഓഫ് എ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ അതിൻ്റെ അൽഗോരിതം നന്നായിട്ട് പഠിക്കണം, കാണാതെ പഠിക്കണം. പിന്നെ അടുത്ത രണ്ടാമത്തെ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ ഓപ്പറേഷനാണ് ട്രാവേഴ്സിങ് എ ലിങ്ക് ലിസ്റ്റ്. ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് ഈച്ച് ഐറ്റം ഓഫ് എ ലിസ്റ്റ്. ഒരു ലിസ്റ്റിലുള്ള എല്ലാ ഐറ്റത്തിനെയും വിസിറ്റ് ചെയ്യുക, ഓരോന്നിനെയും നമ്മൾ കണ്ടെത്തുക. അതിനെയാണ് ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അൽഗോരിതം പഠിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ട്രാവേഴ്സിങ്ങിൽ തുടങ്ങുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് 1, ഗെറ്റ് ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് നോഡ് ഫ്രം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. നമുക്ക് ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് എവിടെയുണ്ട്? സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ടെമ്പ് എന്ന് പറയുന്ന തൽക്കാലത്തേക്ക് നമുക്ക് ട്രാവേഴ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടെമ്പററി വേരിയബിൾ എടുക്കും. അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വേരിയബിളാണ് ടെമ്പ്. അപ്പോൾ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ സ്റ്റാർട്ട് നോഡ് നോക്കിയാൽ മതി. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിൽ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സ് കാണും. അപ്പോൾ അത് കണ്ടെത്തുക, അതിനെ ടെമ്പിൽ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ടെമ്പിൽ നമുക്ക് നോഡ് 1ൻ്റെ അഡ്രസ്സ് കിട്ടും. അടുത്തിന് ചെയ്യേണ്ടത് യൂസിങ് ദ അഡ്രസ് ഇൻ ടെമ്പ്, ഗെറ്റ് ദ ഡേറ്റ ഓഫ് ദ ഫസ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ വാൽ. അപ്പോൾ ടെമ്പിലിരിക്കുന്നത് സ്റ്റാർട്ടിലിരിക്കുന്ന അഡ്രസ്സാണ്, 25ൻ്റെ അഡ്രസ്സാണ് ടെമ്പിലിരിക്കുന്നത്. അപ്പോൾ ആ അഡ്രസ്സ് വെച്ചിട്ട് ഒന്നാമത്തെ ഡേറ്റ കണ്ടെത്തുക. അതായത് 25 എന്ന് പറയുന്ന ഡേറ്റ കണ്ടെത്തുക. അതിനെ ഒരു വാൽ എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുക. അപ്പോൾ 25 എന്ന് പറയുന്ന വാൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ കിട്ടും. ഇനി അടുത്ത് ചെയ്യേണ്ടത് ആൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. ഇനി അടുത്ത് ഈ 25 നമുക്ക് കിട്ടി, ഡേറ്റ കിട്ടി. ആ ഡേറ്റയോടൊപ്പം തന്നെ അടുത്ത അതിൻ്റെ ലിങ്ക് പാർട്ടിൽ അടുത്ത ഡേറ്റ ഐറ്റത്തിൻ്റെ അഡ്രസ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ ഈ അഡ്രസ്സ് എടുക്കണം. ആ അഡ്രസ്സിനെ നമ്മൾ ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നേരത്തെ 25ൻ്റെ അഡ്രസ്സ് ആയിരുന്നു, അത് ഓവർ റൈറ്റ് ആയി 34ൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. ആദ്യത്തിനെ മാറ്റിയിട്ട് രണ്ടാമത്തെ അഡ്രസ്സ് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിൾ തന്നെ സ്റ്റോർ ചെയ്യുക. ആൾസോ ഗെറ്റ് ദ കണ്ടന്റ് ഓഫ് ദ ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. അപ്പോൾ അഡ്രസ് ഓഫ് നെക്സ്റ്റ് നോഡ് നമുക്ക് ടെമ്പിൽ കിട്ടും. അപ്പോൾ 34ൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇപ്പം ടെമ്പിൽ ഇരിക്കുന്നത്. അടുത്ത ഇഫ് ദ കണ്ടന്റ് ഓഫ് ടെമ്പ് ഈസ് നോട്ട് നൾ. അവസാനം എത്തുമ്പം അതിൻ്റെ കണ്ടന്റ് നള്ളാവും. അപ്പം നൾ അല്ല എന്നുണ്ടെങ്കിൽ അവസാനം എത്തിയിട്ടില്ല എന്നർത്ഥം. അവസാനം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഗോ ടു സ്റ്റെപ്പ് 2, അതർവൈസ് സ്റ്റോപ്പ്. അപ്പോൾ ടെമ്പിൻ്റെ വാല്യൂ നള്ളല്ല എങ്കിൽ, ഇപ്പോൾ ടെമ്പിൽ ഇപ്പോൾ ഇരിക്കുന്നത് 34ൻ്റെ അഡ്രസ്സാണ്, നള്ളല്ല. അപ്പോൾ നള്ളല്ല എങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് 2ലേക്ക് പോകണം.
അപ്പോൾ വീണ്ടും ടെമ്പിലിരിക്കുന്ന അഡ്രസ്സിൽ നിന്നും ഡേറ്റ കണ്ടെത്തുക. ഡേറ്റ ഓഫ് ദി ഫസ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ വാൽ. അപ്പോൾ ഇവിടെ ഡേറ്റ കിട്ടും, 34 എന്നുള്ള ഡേറ്റ കിട്ടും. അതിനെ വാലിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ വാലിൽ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുകയോ എന്ത് വേണോ ചെയ്യാം. ആദ്യം 25 കിട്ടി, അടുത്ത് 34 കിട്ടി. വീണ്ടും അടുത്ത സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. 34-ലിരിക്കുന്ന അഡ്രസ്സ് കണ്ടെത്തും. അപ്പോൾ ആ അഡ്രസ്സിൽ നിന്നും നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കിട്ടും. അപ്പം അതിൽ നിന്ന് നമുക്ക് 17 എന്നുള്ള വീണ്ടും ഈ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. 17 കണ്ടെത്തും, അതിനെ വാലിൽ സ്റ്റോർ ചെയ്യും. അടുത്ത് വീണ്ടും ഇവിടെ ഇരിക്കുന്ന അഡ്രസ്സ് നോക്കും. ഇവിടെ ഇരിക്കുന്ന അഡ്രസ്സ് 48-ൻ്റെ അഡ്രസ്സാണ്. അതിൽ നിന്ന് 48 എന്നുള്ള ഡേറ്റ കിട്ടും, അതിനെ വാലിൽ സ്റ്റോർ ചെയ്യും. വീണ്ടും ഇവിടെ ഇരിക്കുന്ന അഡ്രസ്സിനെ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. ആ ടെമ്പിൽ നിന്നും അടുത്ത 64-ൻ്റെ അഡ്രസ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. 64-നെ കണ്ടെത്തും, അതിനെ വാലിൽ സ്റ്റോർ ചെയ്യും. അടുത്തിവിടെ ലിങ്ക് പാർട്ട് നോക്കുമ്പോൾ ആ ലിങ്ക് പാർട്ടിൻ്റെ വാല്യൂ നള്ളായിരിക്കും. ഇഫ് ദ കണ്ടന്റ് ഓഫ് ടെമ്പ് ഈസ് നോട്ട് നൾ ആണെങ്കിൽ സ്റ്റെപ്പ് 2-ലേക്ക് പോകണം, അതർവൈസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നള്ളാണ്. നള്ളാണെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അപ്പം ഓരോ ഐറ്റത്തിനെയും കണ്ടെത്തി, ഓരോ ഐറ്റത്തിനെയും ട്രാവേഴ്സ് ചെയ്ത് വാൽ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് മാറ്റി. അപ്പോൾ ഇതാണ് ട്രാവേഴ്സിങ് എ ലിങ്ക് ലിസ്റ്റ്, വിസിറ്റിംഗ് ഈച്ച് എലിമെന്റ് ഓഫ് എ ലിസ്റ്റ്. ആദ്യം സ്റ്റാർട്ട് നോഡിൽ നിന്ന് ഒന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സ് കണ്ടെത്തുന്നു, അതിൽ നിന്നും ഡേറ്റ എടുക്കുന്നു, ഡേറ്റ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഈ അഡ്രസ്സിനെ വീണ്ടും ടെമ്പിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതിൽ നിന്ന് രണ്ടാമത്തെ ഡേറ്റ നോഡിലെ ഡേറ്റ കണ്ടെത്തുന്നു, ആ ഡേറ്റ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അതിൽ നിന്നും അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് കണ്ടെത്തുന്നു, അടുത്ത ഡേറ്റ എടുക്കുന്നു, 17 എടുക്കുന്നു, 48 എടുക്കുന്നു, 64 എടുക്കുന്നു. അവസാനം ഇവിടെ നൾ ആണെന്ന് കണ്ടെത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ട്രാവേഴ്സിങ് എ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്പറേഷനാണ് ലിങ്ക് ലിസ്റ്റിൽ രണ്ടാമത്തെ ഓപ്പറേഷനാണ് ട്രാവേഴ്സിങ് എ ലിങ്ക് ലിസ്റ്റ്. അടുത്തിനി മൂന്നാമത്തെ ഓപ്പറേഷൻ നോക്കാം. ഇൻസേർഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒരു ഡേറ്റ ഐറ്റം നമുക്ക് ആഡ് ചെയ്യണം. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ, രണ്ടാമതോ മൂന്നാമതോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഒരു ഡേറ്റ ആഡ് ചെയ്യുക. അതാണ് ഇൻസേർഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്നത്, നമുക്കിവിടെ നോഡ് 2-നും നോഡ് 3-ക്കും ഇടയ്ക്കായിട്ട് നമുക്കൊരു ഡേറ്റ ഇൻസേർട്ട് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ ഇവിടെ ഒരു ഡേറ്റ നമുക്കിവിടെ 25, 34, 17, 48, 64 അങ്ങനെയാണ് ഉള്ളത്. നമുക്ക് 34-നും 17-നും ഇടയ്ക്ക് 10 എന്നൊരു ഐറ്റം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 25, 34, അടുത്ത് ഇവിടെ ഒരു നോഡ് വരണം 10. അപ്പോൾ ഇവിടെ ഒരു 10 എന്നുള്ള ഡേറ്റ വരണം, അടുത്തത് 17-ലേക്ക് പോയിന്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെ ഉള്ള, അതായത് പ്രീവിയസ് നോഡിനെയും കണ്ടെത്തണം, അതിന് അടുത്ത ശേഷമുള്ള നോഡിനെയും കണ്ടെത്തണം. അപ്പോൾ ആ പ്രീവിയസ് നോഡിനെ പ്രീ നോഡ് എന്ന് പറയും, അതിനുശേഷം വരുന്ന നോഡിനെ പോസ്റ്റ് നോഡ് എന്ന് പറയും. അപ്പോൾ 34-നും 17-നും ഇടയ്ക്കാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഇതിൻ്റെ നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട നോഡിൻ്റെ പ്രീ നോഡാണ് 34, പോസ്റ്റ് നോഡാണ് 17. നേരത്തെ ഉള്ളതിനെ പ്രീ നോഡ് എന്ന് പറയും, അതിനുശേഷം വരുന്നതിനെ പോസ്റ്റ് നോഡ് എന്ന് പറയും. ഇനി അതിൻ്റെ അൽഗോരിതം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ക്രിയേറ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ടെമ്പ്. നമുക്ക് 10 എന്നുള്ള ഒരു നോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് എ നോഡ് ആൻഡ് സ്റ്റോർ ഇറ്റ്സ് അഡ്രസ് ഇൻ ടെമ്പ്. അതിൻ്റെ അഡ്രസ്സിനെ ടെമ്പ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. നമുക്ക് 10 ആണ്, നമുക്ക് 10 എന്നൊരു ഡേറ്റ ഇവിടെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ആ ഡേറ്റ പോർഷനിൽ 10 കൊടുക്കുന്നു. അടുത്ത ഇതിൻ്റെ അഡ്രസ്സ്, 10 എന്ന് പറയുന്ന ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ആ നോഡിൻ്റെ അഡ്രസ്സിനെ ടെമ്പിൽ കൊടുക്കുന്നു. സ്റ്റോർ ദ ഡേറ്റ ആൻഡ് ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ് യൂസിങ് ടെമ്പ്. അതിലേക്ക് ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം, 10 എന്നുള്ള ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം. ലിങ്ക് പാർട്ട്, അതിൻ്റെ അഡ്രസ്സ് ടെമ്പിലിരിപ്പുണ്ട്. അടുത്തിന് നമുക്ക് ചെയ്യേണ്ടത് അതിന് മുൻപിലത്തെ നോഡും അതിന് ശേഷമുള്ള നോഡും പ്രീ നോഡും പോസ്റ്റ് നോഡും കണ്ടെത്തുക. Obtain the addresses of the nodes at positions position -1 and position in the pointers pre-node and post-node respectively with the help of a traversal operation. നമുക്ക് എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിന് മുൻപുള്ള നോഡിൻ്റെ അഡ്രസ്സ്, അതാണ് obtain the addresses of the nodes at position -1. പൊസിഷൻ നമുക്ക് മൂന്നാമത്തെ പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ പൊസിഷൻ 3ആണ്. അപ്പോൾ അതിന് മുൻപുള്ളത് പൊസിഷൻ -1-ലിരിക്കും. അടുത്ത ഇപ്പോൾ ഇരിക്കുന്ന 3 എന്ന് പറയുന്നത് 17ആണ്. അപ്പോൾ പൊസിഷനിലിരിക്കുന്നതാണ് ഇനി വരേണ്ട പോസ്റ്റ് നോഡ്. അതായത് നമ്മൾ മൂന്നാമത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇത് നാലാമതായി മാറും.
അപ്പം നേരത്തെ ഇരിക്കുന്ന പൊസിഷനിലുള്ളത് ഇവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇനി ഉള്ള നാലാമത്തതായി മാറും. മൂന്നാമതാണ് നമുക്ക് 10 ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ obtain the addresses of the node set positions, position -1 and position in the pointers pre-node and post-node respectively. അപ്പോൾ 34ൻ്റെ അഡ്രസ്സിനെ പൊസിഷൻ പ്രീ നോഡിൽ കൊടുക്കും, 17ൻ്റെ അഡ്രസ്സിനെ പോസ്റ്റ് നോഡിൽ കൊടുക്കും. അടുത്തിനി കോപ്പി ദ കണ്ടന്റ് ഓഫ് temp address of the new node into the link part of the node at position -1 which can be accessed using pre-node. അപ്പോൾ pre-node എന്ന് പറയുന്നത് 34ൽ ഇരിക്കുന്ന അഡ്രസ്സാണ് pre-node. അപ്പോൾ ആ 34 അതിൻ്റെ അഡ്രസ് pre-node കണ്ടെത്തിയിട്ട് ഇതിൻ്റെ ലിങ്ക് പാർട്ടിൽ ഇനി 10ൻ്റെ അഡ്രസ്സ് കൊടുക്കണം. നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന 10ാമതൊരു നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്, ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് പോയിന്റ് ചെയ്യേണ്ട 10 എന്ന് പറയുന്ന ഡേറ്റയെ പോയിന്റ് ചെയ്യണം, പുതിയ നോഡിലേക്ക് പോയിന്റ് ചെയ്യണം. അടുത്ത് ഇതിൻ്റെ അഡ്രസ്സിൽ എന്ത് വരണം? 17ൻ്റെ അഡ്രസ്സ് വരണം. 17ൻ്റെ അഡ്രസ്സ് നേരത്തെ ഇവിടെ ഇരുന്നത് 17ൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ആ അഡ്രസ്സ് അങ്ങോട്ടേക്ക് കൊടുക്കണം. അപ്പോൾ കോപ്പി ദ കണ്ടന്റ് അടുത്ത് സ്റ്റെപ്പ് 5ൽ ചെയ്യുന്നത് കോപ്പി ദ കണ്ടന്റ് ഓഫ് പോസ്റ്റ് നോഡ് അഡ്രസ് ഓഫ് ദ നോഡ് അറ്റ് പൊസിഷൻ ഇൻടു ദ ലിങ്ക് പാർട്ട് ഓഫ് ദ ന്യൂ നോഡ് ദാറ്റ് ഈസ് പോയിന്റഡ് ടു ബൈ temp. അപ്പോൾ ഇവിടെ 10 എന്നൊരു പുതിയ നോഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അഡ്രസ്സ് കൊടുക്കേണ്ടത് 10ൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അടുത്ത് 10ന് കൊടുക്കേണ്ടത് 17ൻ്റെ അഡ്രസ്സ്, അതായത് നേരത്തെ പൊസിഷൻ -1ൽ ഏതാണോ ഇരുന്നത് അതിനെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് പ്രീ നോഡും കണ്ടെത്തണം, പോസ്റ്റ് നോഡും കണ്ടെത്തണം. അടുത്ത പുതിയ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അതിൽ ഡേറ്റ കൊടുക്കണം, ലിങ്ക് കൊടുക്കണം. അപ്പോൾ അതിൽ ലിങ്ക് കൊടുക്കേണ്ടത് പ്രീ നോഡിലിരിക്കുന്ന ലിങ്കിനെ എടുത്ത് ഇവിടെ കൊടുക്കണം. ഇവിടെ പ്രീ നോഡിൽ കൊടുക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ നോഡിൻ്റെ അഡ്രസ്സ്. അടുത്ത ഈ പുതിയ നോഡിൽ കൊടുക്കേണ്ട അഡ്രസ്സ് 17ൻ്റെ അഡ്രസ്സ്, അത് നേരത്തെ പ്രീ നോഡിൽ ഇരിക്കൊണ്ട് അതിനെടുത്ത് ഇങ്ങോട്ട് കോപ്പി ചെയ്യും. അപ്പം അങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇൻസേർഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്, അതും അൽഗോരിതം പഠിച്ചോളണം. അടുത്ത 4ാമത്തെ ഓപ്പറേഷനാണ് ഡെലീഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. ഒരു ലിങ്ക് ലിസ്റ്റിൽ നിന്നും ഒരു ഡേറ്റ ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ 34 എന്ന് പറയുന്ന ഒരു ഡേറ്റ ആയിട്ട് നമുക്ക് വേണ്ട. അപ്പോൾ അതിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ ഈ പോയിന്റർ ഇപ്പോൾ 34ലോട്ടാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് 17ൻ്റെ അഡ്രസ്സ് കണ്ടെത്തുക. 17ൻ്റെ അഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ട്, 34ൻ്റെ ലിങ്ക് പാർട്ടിലിരിക്കുന്ന 17ൻ്റെ അഡ്രസ്സാണ്. അപ്പോൾ ഈ അഡ്രസ്സ് എടുത്ത് ഇവിടെ വയ്ക്കുക, 25ൽ വയ്ക്കുക. അപ്പം ഇത് 34ലേക്ക് പോയിന്റ് ചെയ്യുന്നതിന് പകരം 17ലേക്ക് പോയിന്റ് ചെയ്യും. 17ൻ്റെ അഡ്രസ്സാണ് ഇവിടെ ഇരിക്കുന്നത്, ഈ അഡ്രസ്സിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇതിനെ ഫ്രീ ആക്കുക. 34 എന്ന് പറയുന്ന ഡേറ്റ ആ നോഡിനെ ഫ്രീ ആക്കുക. അപ്പോൾ നേരെ ഇത് ഇവിടെ പോയിന്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യും. അപ്പോൾ ഒരു ഡേറ്റ ആയിട്ടൊന്ന് ഡിലീറ്റ്. ഇതാണ് ഡിലീഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. Obtain the addresses of the node set positions, position -1 and position +1 in the pointers pre-node and post-node respectively. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ടാമത്തെ നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ 1ൻ്റെയും 3ൻ്റെയും അഡ്രസ്സ് കണ്ടെത്തുക. അപ്പോൾ 1ന് പ്രീ നോഡ് എന്ന് പറയും, 3ന് പോസ്റ്റ് നോഡ് എന്ന് പറയും. അപ്പോൾ പ്രീ നോഡിൻ്റെയും പോസ്റ്റ് നോഡിൻ്റെയും അഡ്രസ്സുകൾ കണ്ടെത്തുക. അടുത്ത കോപ്പി ദ കണ്ടന്റ് ഓഫ് പോസ്റ്റ് നോഡ് into the link part of the node at position -1. അപ്പോൾ പോസ്റ്റ് നോഡിൻ്റെ ഇതിൻ്റെ അഡ്രസ്സ് എവിടെ കൊടുക്കണം? ഈ പ്രീ നോഡിലേക്ക് കൊടുക്കണം. പ്രീ നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ പോസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് കൊടുക്കണം. അടുത്ത ഫ്രീ ദ നോഡ് അറ്റ് പൊസിഷൻ പൊസിഷൻ POS എന്ന് പറയുന്ന ആ വേരിയബിളിൽ 2ആണ് പൊസിഷനിൽ ഇരിക്കുന്നതെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്യുക, ഫ്രീ ചെയ്യുക. അപ്പോൾ ഇതാണ് ഡെലീഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഈസിയാണ്. ഈ ലിങ്ക് പാർട്ടിനെ എടുത്ത് ഇങ്ങോട്ട് ഇവിടെ ഇരിക്കുന്ന ലിങ്കിനെ എടുത്ത് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഇത് ഇവിടെ പോയിന്റ് ചെയ്യുന്നതിന് എന്നിട്ട് 34നെ ഫ്രീ ചെയ്യും. അപ്പോൾ അതാണ് ഡിലീഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ്. ഇതിലും പ്രീ നോഡും പോസ്റ്റ് നോഡും കണ്ടെത്തിയിട്ടാണ് പ്രോസസ്സ് ചെയ്യേണ്ടത്. ഡിലീഷനിലും ഇൻസേർഷനിലും പ്രീ നോഡും പോസ്റ്റ് നോഡും കണ്ടെത്തണം. ഇത്രയാണ് ഓപ്പറേഷൻസ് ഇൻ എ ലിങ്ക് ലിസ്റ്റ്. അപ്പം നമുക്ക് ആദ്യം ക്രിയേഷൻ ഇൻ എ ലിങ്ക് ലിസ്റ്റ് പഠിച്ചു, ട്രാവേഴ്സൽ പഠിച്ചു, ഇൻസേർഷൻ പഠിച്ചു, ഡിലീഷൻ പഠിച്ചു. 4 ലിങ്ക് ലിസ്റ്റിൻ്റെ ഓപ്പറേഷൻസിൻ്റെയും അൽഗോരിതം ബൈ ഹാർട്ട് ചെയ്യണം, കാണാതെ പഠിക്കാം. ഓക്കെ.
ഇത്രയാണ് നമുക്ക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ് മൂന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ സ്റ്റാക്ക് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അടുത്ത ക്യൂ എന്താണ്, അതിൽ ഓപ്പറേഷൻസ് പഠിച്ചു. ലിങ്ക് ലിസ്റ്റ് എന്താണ്, അതിൽ ഓപ്പറേഷൻസ് പഠിച്ചു. ഇതിൽ അൽഗോരിതംസ് ആണ് ഓരോന്നിലും. ഓപ്പറേഷൻസിൽ അൽഗോരിതംസ് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.